ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഓട്ടോമൊബൈൽ കമ്പനികളിലാണ്. നവംബർ മാസത്തെ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ട് ഡിസംബർ 1 തീയതി പുറത്തു വന്നു. ഈ സെയിൽസ് റിപ്പോർട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാം. വിവിധ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ട് മനസ്സിലാക്കാം. മാരുതി സുസുക്കിയുടെ നവംബർ മാസത്തെ സെയിൽസ് 10.4% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 1.64 ലക്ഷം യൂണിറ്റിൽ നിന്നും 1.81 ലക്ഷം യൂണിറ്റായി ഉയർന്നു. ഡൊമസ്റ്റിക് സെയിൽസ് 8% വർദ്ധിച്ച് 1.41 ലക്ഷം യൂണിറ്റിൽ നിന്നും 1.52 ലക്ഷം യൂണിറ്റായി ഉയർന്നു. ഡൊമസ്റ്റിക് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് 5.3% വർദ്ധിച്ച് 1.34 ലക്ഷം യൂണിറ്റിൽ നിന്നും 1.41 ലക്ഷം യൂണിറ്റായി ഉയർന്നു. കൂടാതെ എക്സ്പോർട്ട് 24.8% വർദ്ധിച്ച് 22,950 നിന്നും 28,633 യൂണിറ്റായി ഉയരുകയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ടോട്ടൽ സെയിൽസ് 0.8% വർദ്ധിച്ച് 74,172 യൂണിറ്റിൽ നിന്നും 74,753 യൂണിറ്റിലേക്ക് ഉയർന്നു. ഡൊമസ്റ്റിക് സെയിൽസ് 1% വർദ്ധിച്ച് 72,647 നിന്നും 73,246 യൂണിറ്റിലേക്ക് എത്തി. അതേസമയം കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് 1% ഇടിഞ്ഞ് 28,029 നിന്നും 27,636 എത്തി. പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് 2% വർദ്ധിച്ച് 46,143 നിന്നും 47,117 യൂണിറ്റിലേക്ക് എത്തി. ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ നവംബർ മാസത്തെ സെയിൽസ് 6.9% ഇടിഞ്ഞ് 65,801 യൂണിറ്റിൽ നിന്നും 61,282 യൂണിറ്റിലേക്ക് എത്തി. ഡൊമസ്റ്റിക് സെയിൽസ് 2.4% ഇടിഞ്ഞ് 49,481 യൂണിറ്റിൽ നിന്നും 48,246 യൂണിറ്റിലേക്ക് എത്തി. എക്സ്പോർട്ട് 20% ഇടിഞ്ഞ് 16,380 നിന്നും 13,006 യൂണിറ്റിലേക്ക് എത്തി. ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ പെർഫോമൻസ് മോശമാണ്. മാരുതിയുടെ പെർഫോമൻസ് ഒക്കെയും ടാറ്റ മോട്ടോഴ്സ് മ്യൂട്ടഡ് പെർഫോമൻസും കാഴ്ചവെച്ചു. ഏഷ്യർ മോട്ടോഴ്സിൻ്റെ പെർഫോമൻസ് മികച്ചതാണ്. കമ്പനിയുടെ സെയിൽസ് 2% വർദ്ധിച്ച് 80,281 യൂണിറ്റിൽ നിന്നും 82,287 യൂണിറ്റിലേക്ക് എത്തി. എക്സ്പോർട്ട് 96% വർദ്ധിച്ച് 5,114 നിന്നും 10,021 യൂണിറ്റിലേക്ക് എത്തുകയും കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് 7.3% വർദ്ധിച്ച് 5,194 നിന്നും 5,574 യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു. ടി വി എസ് മോട്ടോഴ്സിൻ്റെ ടോട്ടൽ സെയിൽസ് 10% വർദ്ധിച്ച് 3.64 ലക്ഷം യൂണിറ്റിൽ നിന്നും 4.01 ലക്ഷം യൂണിറ്റിലേക്ക് എത്തി. ടു വീലർ സെയിൽസ് 11% വർദ്ധിച്ച് 3.52 ലക്ഷത്തിൽ നിന്നും 3.92 ലക്ഷത്തിലേക്ക് എത്തി. ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസ് 56% വർദ്ധിച്ച് 16,782 നിന്നും 26,292 യൂണിറ്റിലേക്ക് എത്തി. എക്സ്പോർട്ട് 24% വർദ്ധിച്ച് 75,203 യൂണിറ്റിൽ നിന്നും 93,785 യൂണിറ്റിലേക്ക് എത്തുകയും ത്രീ വീലർ സെയിൽസിൽ 27% ഇടിവ് വരികയും ചെയ്തു. എസ്കോട്ട് ക്യൂബോട്ടയുടെ നവംബർ മാസത്തെ സെയിൽസ് മോശമാണ്. ടോട്ടൽ സെയിൽസ് 9.4% ഇടിഞ്ഞ് 9,906 നിന്നും 8,974 യൂണിറ്റിലേക്ക് എത്തി. ഡൊമസ്റ്റിക് സെയിൽസ് 8.1% ഇടിഞ്ഞ് 9,503 യൂണിറ്റിൽ നിന്നും 8,730 യൂണിറ്റിലേക്ക് എത്തി. എക്സ്പോർട്ട് 40% ഇടിഞ്ഞ് 403 യൂണിറ്റിൽ നിന്നും 244 യൂണിറ്റിലേക്ക് എത്തി. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെയിലിംഗ് നടത്തുന്ന 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്ന് സിപ്ലയുടെ 1.72% സ്റ്റേക്കുകൾ പ്രൊമോട്ടേഴ്സ് ഓഫ്ലോഡ് ചെയ്യുകയാണ്. 1,442 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് സിപ്ലയുടെ ഷെയറുകൾ പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നത്. ഹോം ഫസ്റ്റ് ഫിനാൻസ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ 14% സ്റ്റേക്കുകൾ ബ്ലോക്ക് ഡീൽ വഴി സെൽ ചെയ്യുന്നു. 968 രൂപ, അതായത് കഴിഞ്ഞ പ്രൈസിൽ നിന്നും 8% ഡിസ്കൗണ്ടിലുള്ള സെല്ലിംഗ് ആണ് പ്രൊമോട്ടേഴ്സ് നടത്തുന്നത്. ഈ കമ്പനിയുടെ ഇൻവെസ്റ്റി പ്രൊമോട്ടറായ ട്രൂ നോർത്ത് ഫണ്ട്, ഓറഞ്ച് ക്ലോവ്, എയ്തർ ഫണ്ട് തുടങ്ങിയ പ്രൊമോട്ടേഴ്സാണ് സ്റ്റേക്ക് സെല്ലിംഗ് നടത്തുക. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഹോസ്പിറ്റൽ സെക്ടറിൽ നിന്നും ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ആണ്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഹോസ്പിറ്റലുമായിട്ട് മെർജ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ കെയർ ഹോസ്പിറ്റലിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്കുകളായിരിക്കും ആസ്റ്റർ DM അക്വയർ ചെയ്യുക. കെയർ ഹോസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റി പ്രൊമോട്ടറായ ബ്ലാക്ക് സ്റ്റോണിൽ നിന്നും 1.9 സെൻട്രലിൽ നിന്നും 1.86 കോടി ഷെയറുകളുമായിരിക്കും ആസ്റ്റർ DM അക്വയർ ചെയ്യുന്നത്. TVS മോട്ടോർ കമ്പനി ഡ്രൈവെക്സ് മൊബിലിറ്റിയുടെ 39% സ്റ്റേക്കുകൾ 97 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഇതുവഴി ഡ്രൈവെക്സ് മൊബിലിറ്റി TVS മോട്ടോറിൻ്റെ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറിയായി മാറുകയും ഡ്രൈവെക്സ് മൊബിലിറ്റിയിലുള്ള TVS മോട്ടോറിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 87.38% എത്തുകയും ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കിനെ ഓർഡർ പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 1000 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവിയുടെ INS വിക്രാന്ത് എന്ന നേവൽ ഷിപ്പിൻ്റെ
എന്ന നേവൽ ഷിപ്പിൻ്റെ ഷോർട്ട് റീഫിറ്റ്, ഡ്രൈ ഡോക്കിംഗ് എന്നീ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ എന്നീ റെക്ടിഫിക്കേഷന് വേണ്ടിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് 1000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 1040 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയും ചെയ്തു. ഗ്രേവ്സ് കോട്ടൺ എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ഗ്രേവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനിയുടെ IPOയ്ക്ക് കമ്പനി അപ്രൂവൽ നൽകി. ഈ IPOയിൽ ഓഫർ ഫോർ സെയിൽസും ഫ്രഷ് ഇഷ്യൂവും കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻ ഉടൻ ലഭിക്കുന്നതായിരിക്കും. RBL ബാങ്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. RBL ബാങ്കും ബജാജ് ഫിനാൻസും സംയുക്തമായി പുറത്തിറക്കിക്കൊണ്ടിരുന്ന കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകളുടെ പ്രൊഡക്ഷൻ നിർത്താൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ആൾറെഡി ഇഷ്യൂ ചെയ്ത 3.4 ബില്യൺ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ പ്രവർത്തിച്ചേക്കും. ഫ്രഷ് കാർഡുകളുടെ പ്രൊഡക്ഷനാണ് കമ്പനി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. GB പെട്രോളിയം എന്ന കമ്പനി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനിൽ നിന്നും ബിറ്റുമിൻ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ബിറ്റുമിൻ വാങ്ങുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 223 കോടി രൂപയുടെ ഡീലിലാണ് GB പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയവുമായി ചേർന്ന് എത്തിയിരിക്കുന്നത്. ലെമൺ ട്രീ ഹോട്ടൽസ് മസൂരിയിലും വാരണാസിയിലും പുതിയ ഹോട്ടൽ പ്രോപ്പർട്ടി ആരംഭിക്കാൻ തീരുമാനിച്ചു. ലെമൺ ട്രീ ഹോട്ടൽസിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ കാർനേഷൻ ഹോട്ടൽസ് വഴിയായിരിക്കും ഈ 2 സ്ഥലങ്ങളിലും പുതിയ ഹോട്ടലുകൾ ആരംഭിക്കുക. മസൂരിയിലെ ഹോട്ടൽ 2026 ഫിനാൻഷ്യൽ ഇയറിലും വാരണാസിയിലെ ഹോട്ടൽ 2028 ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും ആരംഭിക്കുക. കൂടാതെ പാരദീപ് ഫോസ്ഫേറ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. പ്രൈമറി സെക്കൻഡറി റിഫോർമേഴ്സിന് ഉപയോഗിക്കുന്ന അമോണിയ, യൂറിയ തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മക്ലോഡ് റോസൽ എന്ന കമ്പനിയുടെ IT ഇൻഫ്രാസ്ട്രക്ചറിൽ സൈബർ അറ്റാക്ക് ഉണ്ടായതായി കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ റാൻസം വെയർ അറ്റാക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവഴി സെക്യൂരിറ്റി ബ്രീച്ച് നടന്നതായി കമ്പനി സമ്മതിക്കുകയും ചെയ്യുന്നു. L&T എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. L&Tക്ക് സെൻട്രൽ GST ഇനത്തിൽ 173 കോടി രൂപയുടെ GST പെനാൽറ്റി ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.